നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി ചിക്കനും എഗ്ഗൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റുള്ള ഒരു സാൻഡ്വിച്ചാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സാൻഡ്വിച്ചിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം സെയിമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 കപ്പ് മൈദയാണ്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു 3/4 ടീസ്പൂണോളം ഉപ്പും 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറമെ 1 ടേബിൾ സ്പൂണോളം നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് ഞാൻ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ശേഷം ഞാൻ ഒരു 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ആക്കുകയാണ്. എന്നിട്ട് ഞാൻ ചെറിയ ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ ഈ ഡോ. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് ഒരു ഷീറ്റാക്കി ഉപയോഗിക്കുന്ന പോലെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായി വരണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ ഇത് ഏകദേശം കുഴച്ചൊരു ലെവലായ ശേഷം ഞാൻ ഇതിലേക്ക് വീണ്ടും ബട്ടർ ചേർത്തിട്ട്, അതായത് ഒരു 20 ഗ്രാം ബട്ടർ ചേർത്തിട്ട് ഞാൻ വീണ്ടും കുഴക്കുകയാണ് കേട്ടോ. നല്ലതുപോലെ ഈ ഡോ കുഴച്ചിട്ട് നമ്മളൊരു പാകാക്കി എടുക്കണം. പിന്നെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമുക്കിതൊരു സ്നാക്കായിട്ട് മാത്രമല്ല, നമുക്കിതൊരു ഒന്നിക്കൽ രാവിലെയോ അല്ലെങ്കിൽ രാത്രിയിലത്തെ ഫുഡായിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ച് അത്യാവശ്യം റിച്ച് ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ നമ്മുടെ ഈ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഒരു മണിക്കൂറെങ്കിലും പൊങ്ങാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഡബിൾ സൈസായിട്ട് വരും. കുറച്ച് ഓയിൽ കൂടെ ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇതൊന്ന് ഹാർഡായി പോകാണ്ടിരിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ഈ ഡോ ആണ് നമുക്ക് നന്നാവേണ്ടത്. ഈ ഡോയിലാണ് നമ്മൾ ഏറ്റവും ടേസ്റ്റും ആ ഒരു ഇതൊക്കെ വരുന്നത് ഈ ഡോ ഉണ്ടാക്കുന്നതിനനുസരിച്ചാണ്. അപ്പോൾ ഈ ഡോ നല്ല സോഫ്റ്റും ആയിരിക്കണം. അപ്പോഴാണ് നമ്മളെ ഈ റെസിപ്പി നല്ല അടിപൊളിയായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉള്ളി കേട്ടോ, ഒരു മീഡിയം സൈസുള്ള ഉള്ളി ഞാൻ നല്ലോണം ചോപ്പ് ചെയ്ത പോലെ, അതായത് കൊത്തി അരിയാന്ന് പറയില്ല, അതുപോലെ ഞാൻ അരിഞ്ഞിട്ടാണ്. അത് നന്നായിട്ടൊന്ന് വാടിയ ശേഷം ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്ത പൗഡർ നമ്മളെ തന്തൂരി മസാല ഉണ്ടല്ലോ, അതാണ് 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പൗഡറും കൂടെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുക കേട്ടോ. മൈദ നമ്മൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ആ ഒരു നെയ്യിൽ തന്നെ, ആ ഒരു ഓയിലിൽ തന്നെ നമ്മളതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറണം കേട്ടോ. അപ്പോഴാണ് നമ്മളെ മസാല നന്നായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഒരു പച്ച ചുവക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊക്കെ നെയ്യിലൊന്ന് ഈ ഓയിലിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 2.5 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാൽ ഇങ്ങനെ ഒന്ന് ഡ്രൈയും കുറുകി വരുന്ന സമയത്ത് നമുക്ക്, അതായത് നന്നായി കുറുകാൻ പാടില്ല, ചെറുതായിട്ട് ഇപ്പോൾ കുറുകി വരുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പുഴുങ്ങിയിട്ട് വെച്ച ചിക്കൻ ഉണ്ട്, ഒരു 300 ഗ്രാമോളം ചിക്കൻ ഉണ്ട് കേട്ടോ. അത് ഞാൻ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. വെറും ഉപ്പ് മാത്രം ഇട്ടിട്ട് പുഴുങ്ങിയെടുത്ത ചിക്കനാണ്. പിന്നെ ഇതിലേക്കൊരു ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ അതെല്ലാം ഇട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട്, ക്യാപ്സിക്കം ഒന്നും അങ്ങനെ വെന്തൊന്നും ആവണ്ട, നമുക്കൊന്ന് അതിൽ ചെറുതായിട്ടൊന്ന് കുക്കായാൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം തന്നെ നമ്മൾ ഈ മസാല ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തണിയുമ്പോൾ ഒന്നുകൂടെ അത് തിക്കായിട്ട് വരും കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തത് കുറച്ച്, നമ്മൾ എരിവിന് ഇതുവരെ ഒരു പൗഡറും ചേർത്തില്ലല്ലോ, വെറും ഒരു ഒരു തന്തൂരി മസാല മാത്രമല്ലേ നമ്മൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ കുറച്ച് എരിവിന് വേണ്ടി ഞാൻ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് മസാല നമുക്ക് തണിയാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അടുത്തതായിട്ട്
ഇനി നമുക്ക് ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. അത് പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിൽ കട്ടാക്കി വെച്ചിട്ടുണ്ട്. മുട്ട നമുക്ക് സാൻഡ്വിച്ചിന് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡോ ഇവിടെ ഏകദേശം റെഡി ആയിട്ട് നല്ല ഡബിൾ സൈസായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് എടുത്തിട്ട് കാണില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഡോ. അപ്പോൾ പിന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. മുഴുവനായിട്ടും തന്നെ വലിയൊരു ഷീറ്റായിട്ട് ഒന്നിച്ച് പരത്തിയെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്കിതൊന്ന് വലുതായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. വലിയൊരു ഷീറ്റായിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വലിയൊരു ഷീറ്റായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ബ്രെഡ് വെച്ച് കൊടുക്കാം കേട്ടോ ഈ ഷീറ്റിലേക്ക്. അതുപോലെ മൂന്ന് ബ്രെഡാണ് ഞാനിവിടെ വെക്കുന്നത്. 3 എണ്ണം വെക്കേണ്ട സ്ഥലമേ നമുക്കുള്ളൂ. അപ്പോൾ 3 എണ്ണം വെച്ചിട്ടുണ്ട്. അതുപോലെ ഓപ്പോസിറ്റായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റിലും ഇങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മയോണീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഭാഗത്തുള്ളതിൽ മയോണീസും നേരെ ഓപ്പോസിറ്റുള്ള ബ്രെഡിലേക്ക് ഞാൻ ചില്ലി ഗാർലിക് സോസാട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. നമ്മളിത് ഇങ്ങനെ പരത്തിയിട്ട് ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ രണ്ടായിട്ട് മാറ്റിയിടുക കേട്ടോ. ഒരുപാട് സ്ഥലമൊന്നും വേണ്ട. എന്നാലും നമ്മളിത് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഒരുപാട് വരുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം നമ്മുടെ സോസുകളെല്ലാം ഞാൻ ബ്രെഡിലൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മസാല നല്ലപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ വെച്ച് കൊടുക്കണം. നല്ല ക്രീമി ആയിട്ടുള്ള നല്ലൊരു മസാല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് മുട്ട അതുപോലെ ചീസൊക്കെ വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചീസും അതുപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ മുട്ടയുണ്ടല്ലോ അതുകൂടെ സ്ലൈസ് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ മുട്ട വെക്കുന്നത് ഇതിലേക്ക് എങ്ങനെയാണെന്നറിയാം, എന്താ പറ്റിയെന്നറിയില്ല, കാണുന്നുണ്ടായില്ല. വീഡിയോ ഓഫായതായിട്ടൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാൻ പിന്നീട് നോക്കുമ്പോൾ ഇങ്ങനെ ചീസ് മാത്രം കംപ്ലീറ്റ് ആക്കിയ ശേഷം മുട്ട കാണുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ സെക്കൻഡ് ടൈം ഞാനിങ്ങനെ ഒരു 2 ബ്രെഡും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയത്. ടോട്ടൽ 5 എണ്ണമായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു ബ്രെഡിലാണ് ഞാൻ പിന്നെ ബാക്കി കാണിച്ചത് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം അടുത്ത കുറച്ച് ഭാഗം. അതിനായിട്ട് ഞാൻ വീണ്ടും ഇതിലേക്ക് ആഡാക്കുക ചെയ്തത്. അപ്പോൾ ഇത് കവർ ചെയ്യുന്നതെല്ലാം മെത്തേഡ് ഈ വീഡിയോയിലൂടെ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് എത്രത്തോളം എനിക്കിത് പറഞ്ഞു തരണം എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഒരു ഷീറ്റ് എടുത്തിട്ട് ഇതിനെ അതായത് നമ്മൾ നടുക്കൂട്ട കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനെ നമ്മൾ മുകളിലേക്ക് വെച്ച് ആ ഒരു ബ്രെഡിലേക്ക് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ ഈ പപ്പടമൊക്കെ കുത്തുന്ന വീട്ടിലുണ്ടാകുന്ന ഒരു കമ്പി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഞാൻ എന്താക്കി സൈഡ് രണ്ടും ലെവലാക്കി പിടിച്ചിട്ട് മാവ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ഫിനിഷിങ് കിട്ടും നമുക്ക്. കാണില്ലേ, ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അമർത്തിക്കുമ്പം തന്നെ നമുക്ക് നന്നായിട്ടൊരു ലെവലായിട്ട് വരും. അപ്പോൾ അത് മാവിങ്ങ് വലിച്ചാൽ അതിങ്ങ് പോന്നോളൂ. നല്ല എളുപ്പമാട്ടോ, കാണുമ്പോൾ ഉള്ള വിഷമവും ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും നിങ്ങളതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു ബോക്സ് പോലെ ആയിട്ട് നമുക്ക് വരും. പിന്നെ എവിടെയെങ്കിലും മാവ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്നൊന്നുമല്ലല്ലോ, നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് പൊട്ടിപ്പോകും, അതിനുള്ളിൽ നിന്ന് നെയ്യ് കയറുന്നുള്ള ടെൻഷനും ഇല്ല. അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാവ് അപ്പുറം ഇപ്പുറത്തുനിന്ന് ഒന്ന് സെറ്റാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഒരു ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ ചെയ്യാം.
അപ്പോൾ ഇതിപ്പോൾ ഞാൻ സെക്കൻഡ് ടൈം എടുത്ത ഒരു ബാച്ചിലെ ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മസാലയൊക്കെ ഫില്ലാക്കിയ ശേഷം നമ്മൾ മയോണൈസൊക്കെ വെച്ച ശേഷം മസാലയൊക്കെ ഫില്ലാക്കി അതിലേക്ക് മുട്ട വെച്ച് ചീസ് വെച്ച് അതിൻ്റെ മുകളിൽ മുട്ട വെച്ച് കൊടുക്കണ്ട കേട്ടോ. മുട്ട മറന്നു പോകരുത്, മുട്ട നിർബന്ധമാണ് കേട്ടോ. മുട്ടയും കൂടി വരുമ്പോഴാണ് ഇതിൻ്റെ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു സാൻഡ്വിച്ച് കിടിലൻ സാൻഡ്വിച്ചാണ്. അപ്പം നമ്മുടെ ഈ ബോക്സ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഓവനിൽ ഞാനൊരു 150 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം ഒരു 25 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ ഓവൻ അനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ചൂടൊക്കെ നോക്കിയിട്ട് ഓവന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി രണ്ടാമത്തെ ബോക്സ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ 3 ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ടൈമിൽ ബേക്ക് ചെയ്യാൻ 3 വെക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെറിയൊരു പണി ബാക്കിയുണ്ട്, അതുകൂടെ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ബ്രെഡിൽ വെച്ച ആ ഒരു ചില്ലി ഗാർലിക് സോസ് ഉണ്ടല്ലോ, അത് നമുക്ക് ആദ്യം കുറച്ച് ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചില്ലി ഗാർലിക് സോസ് 3 തേച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് ഓവൻ തന്നെ വേണമെന്നില്ല കേട്ടോ ബേക്ക് ചെയ്തെടുക്കാൻ. നമ്മളിപ്പോൾ സ്റ്റൗ ടോപ്പിലൊക്കെ ചെയ്യുന്നില്ലേ, അതൊരു പാനിൽ കുറച്ച് പിന്നെ ചൂടാക്കിയ ശേഷം അതിൻ്റെ എന്തെങ്കിലും ഒരു റിങ്ങോ മറ്റോ എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്കും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ക്യാപ്സിക്കോ, അതിന് പുറമെ ഒരു തക്കാളിൻ്റെ സ്ലൈസ്, പിന്നെ കുറച്ച് ചീസാണ് കേട്ടോ, മൊസറല്ല ചീസ്. അതുപോലെ ഞാൻ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തതും മൊസറല്ല ചീസ് തന്നെയാണ് കേട്ടോ, ചെഡാർ ചീസൊന്നുമല്ല, വെറും മൊസറല്ല ചീസ് മാത്രമേ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള നമ്മുടെ ആ ഒരു അലങ്കാരത്തിന് നമ്മളെ ആ പുഴുങ്ങിയ മുട്ട ഉണ്ടല്ലോ, അത് ബാക്കിയുള്ളതൊക്കെ ഞാൻ അവിടെ വെച്ച് കൊടുത്ത്, പിന്നെ അതിന് ശേഷം കുറച്ച് ഒരു കളർഫുൾ ആകാൻ വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി വെക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ, അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഈ കമൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എനിക്കെന്തോ ഭയങ്കര സന്തോഷം കിട്ടിയ പോലെയാണ് ഒരു കമൻറ്റ് കണ്ടാൽ പോലും. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തൽക്കാലം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ തൽക്കാലം ബൈ.